നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബന്ധുനിയമന കേസിൽ മുൻമന്ത്രി ഇ പി ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസിന്റെ എഫ്ഐആർ. പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ രണ്ടാം പ്രതി. ദുരിതാന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ. ഇ പിക്കും ശ്രീമതിക്കുമെതിരായ നടപടി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക്. വി എസിനെതിരായ പി ബി കമ്മീഷൻ റിപ്പോർട്ടിൽ തീരുമാനം മറ്റന്നാൾ. വി എസ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കമ്മീഷൻ. കടുത്ത നടപടി വേണ്ടെന്ന് സീതാറാം യെച്ചൂരി. CPM കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് തുടരുന്നു. വാഹന രജിസ്ട്രേഷൻ നിരക്കുകൾ കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. ബസ്സുകളുടെയും രജിസ്ട്രേഷൻ ഫീസ് 1500 ആക്കി. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫീസും വർദ്ധിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ നാളെ BJP ഹർത്താൽ. കഞ്ചിക്കോട്ട് രാഷ്ട്രീയ സംഘർഷത്തിൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച്. ഓംപുരിക്ക് അന്ത്യാഞ്ജലി. മരണം ഹൃദയാഘാതത്തെ തുടർന്ന് രാവിലെ. വിടവാങ്ങിയത് ഇന്ത്യൻ സിനിമയിലെ കരുത്തുറ്റ നടൻ. മരണത്തെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ. ധോണി ടീമിൽ യുവരാജ് സിംഗും കളിക്കും. സന്നാഹ മത്സരത്തിൽ സഞ്ജു വി സാംസണും. ഇ പി ജയരാജൻ കുരുക്കിൽ. ബന്ധുനിയമന വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ജയരാജനാണ് ഒന്നാം പ്രതി. പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ രണ്ടാം പ്രതിയാക്കിയും കേസെടുത്തു. ദുരിതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി ഇ പിക്കും ശ്രീമതിക്കുമെതിരായ നടപടി ചർച്ച ചെയ്യും. ഇന്ത്യൻ ശിക്ഷാ നിയമം 120B, അഴിമതി നിരോധന നിയമം 13(1)D, 13(2) വകുപ്പുകൾ പ്രകാരമാണ് ബന്ധുനിയമന വിവാദത്തിൽ മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജനെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജയരാജനാണ് കേസിൽ ഒന്നാം പ്രതി. ജയരാജന്റെ ബന്ധുവും മുൻ മന്ത്രി പി കെ ശ്രീമതിയുടെ മകനുമായ സുധീർ നമ്പ്യാർ രണ്ടാം പ്രതിയും വ്യവസായ വകുപ്പ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ പോൾ ആന്റണി മൂന്നാം പ്രതിയുമാണ്. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് MD ആയി സുധീർ നമ്പ്യാരെ നിയമിച്ചതിൽ ജയരാജനും സുധീർ നമ്പ്യാരും പോൾ ആന്റണിയും ചേർന്ന് ഗൂഢാലോചന നടത്തുകയും മന്ത്രി എന്ന നിലയിൽ ജയരാജൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് എഫ്ഐആർ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് തയ്യാറാക്കിയ യോഗ്യതാ പട്ടിക മൂവരും ചേർന്ന് അട്ടിമറിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉന്നത തസ്തികകളിലേക്കുള്ള ബന്ധുനിയമന വിവാദം ഉടലെടുത്തത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് MD ആയി സുധീർ നമ്പ്യാരെയും കണ്ണൂർ മൊറാഴ ആസ്ഥാനമായ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് MD ആയി ജയരാജന്റെ സഹോദരപുത്രി ദീപ്തി നിഷാദിനെയും നിയമിച്ച നടപടിയാണ് വിവാദമായത്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വൻ വിവാദമായ നടപടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP നേതാവ് V മുരളീധരനും വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതോടെയാണ് വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് ത്വരിത പരിശോധന ആരംഭിച്ചത്. 15 പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും നിയമന ഉത്തരവും ജയരാജൻ നൽകിയ കത്തും അടക്കം പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത്. എന്നാൽ താൻ നിയമനം സംബന്ധിച്ച കത്ത് നൽകിയെന്നത് ശരിയാണെന്നും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടതെന്നുമായിരുന്നു ജയരാജൻ വിജിലൻസിന് നൽകിയ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്ന്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് നിന്ന്, BJP നേതാവ് ശ്രീ PS ശ്രീധരൻപിള്ള കോഴിക്കോട്ട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരും. അതിനു മുമ്പ് ആദ്യം J സതീഷ് കുമാറിലേക്ക്. CPMന്റെ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. നേതൃയോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ J സതീഷ് കുമാർ, ഞങ്ങളുടെ പ്രതിനിധി, തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിൽ നിന്നേക്ക് ആദ്യം. സതീഷ്, നേതൃയോഗങ്ങൾക്കിടെ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കുമെതിരായ നടപടി സ്വാഭാവികമായും ആലോചിക്കേണ്ടി വരും. യോഗങ്ങൾക്ക്, നേതാക്കൾക്ക് ഏത് നിലക്കുള്ള പ്രതികരണമാണ് ആദ്യ സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായുള്ള പ്രതികരണം ഏത് നിലക്കാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത്? നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ? സനീഷ്, എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം CPM നേതാക്കളാരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. നമ്മൾ പ്രതികരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിന് പിന്നാലെ ഇ പി ജയരാജൻ
ഈ സമ്മേളനത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. ഒരു നേതാക്കളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പാർട്ടിയെ വലിയ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ ഈ വിജിലൻസിൻ്റെ നടപടി. കാരണം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതോടുകൂടി ഒന്നാം പ്രതി EP ജയരാജനും രണ്ടാം പ്രതി സുധീഷ് നമ്പ്യാർ, തീർച്ചയായും സുധീഷ് നമ്പ്യാരെ രണ്ടാം പ്രതിയായി എന്ന് പറയുമ്പോൾ PK ശ്രീമതിയുടെ മകൻ രണ്ടാം പ്രതിയായിരിക്കുന്നു. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ 1ഉം 2ഉം പ്രതിപട്ടികയിൽ വരുന്ന രീതിയിൽ പാർട്ടിയെ സംബന്ധിച്ച് ആ പ്രതിസ്ഥാനത്ത് ഈ PK ശ്രീമതി നിയമപരമായി രണ്ടാം പ്രതി അല്ല എങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ച് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കുറ്റക്കാരാണ് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് വാസ്തവം. എന്തായാലും മുൻപ് തന്നെ പറഞ്ഞിരുന്നു, രാജിവെച്ചതുകൊണ്ട് മാത്രം EP ജയരാജൻ ചെയ്ത കുറ്റം ഇല്ലാതാകുന്നില്ല, അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് പാർട്ടി വിലയിരുത്തുകയും രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല, സംഘടനാ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് തുടങ്ങിയ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിൽ ഈ 2 വിഷയങ്ങൾ, അതായത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് EP ജയരാജനും PK ശ്രീമതിക്കുമെതിരെ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിന് കാരണമായി പറഞ്ഞിരുന്നത് സംസ്ഥാന സമിതി അത്തരത്തിലുള്ള ഒരു ശുപാർശ സംസ്ഥാന ഘടകം നൽകിയിട്ടില്ല എന്നാണ്. അതേസമയത്ത് തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, ആരെങ്കിലും ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതും ചർച്ചയ്ക്കെടുക്കുമെന്ന്. സംഘടനാ കാര്യങ്ങൾ മറ്റന്നാളായിരിക്കും ചർച്ചയ്ക്കെടുക്കുക. ഇപ്പോൾ വിജിലൻസ് തന്നെ ഈ വിഷയം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം പാർട്ടിക്ക് ഇത്തരത്തിൽ ധാർമ്മികമായ ചില ചോദ്യങ്ങൾക്ക്, ജനങ്ങൾക്ക് മുന്നിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ സംഘടനാ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ വിഷയം ബന്ധു നിയമനത്തിൽ 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ എന്ത് നടപടി വേണം എന്ന കാര്യം ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി സതീഷ്. വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം. ഇപ്പോൾ വിവരങ്ങൾക്ക് നന്ദി. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും യശസ് ഉയർത്താനുമായാണ് EP ജയരാജൻ രാജിവെച്ചത്. അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് CPM-ൻ്റെ. പക്ഷേ പാർട്ടിയുടെ യശസ് ഉയർത്തുക എന്ന കാര്യത്തിന് വേണ്ടിയാണ് രാജിവെച്ചത് എന്നതായിരുന്നു അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ FIR വന്നിരിക്കുന്നു. 1ആം പ്രതിയാണ് അദ്ദേഹം. വിജിലൻസിനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിട്ട് CPM ഇതിനെ കാണുമോ? ഏത് നിലക്കാണ് താങ്കൾ ഈ സംഭവത്തെ കാണുന്നത്? അല്ല, ഇത് വിജിലൻസിൻ്റെ യശസ് ഉയർത്തിയ ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പാർട്ടിയുടെ യശസ് ഉയർത്താൻ വേണ്ടി ജയരാജൻ രാജിവെച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാർട്ടിയെ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ, താൽക്കാലികമായിട്ട് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് സത്യം. സർക്കാരിനെയും മുന്നണിയെയും പാർട്ടിയെയും ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെച്ചു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നതും യശസ് ഉയർത്തുന്നതും രണ്ടായിട്ട് കൂടെ നമുക്ക് കണക്കാക്കാൻ. ഇപ്പോൾ ഉള്ള യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ രാജിവെക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പാർട്ടിയുടെ യശസ്സിന് വലിയ കളങ്കം സംഭവിച്ചു. ആ കളങ്കം ഒരു പരിധി വരെ തേച്ച് കഴുകി കളയുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെച്ചു. അത് ശരിയാണ്. സർക്കാർ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ KM മാണിയുടെ അഴിമതി, K ബാബുവിൻ്റെ അഴിമതിയൊക്കെ ചൂണ്ടിക്കാണിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ജനങ്ങളെ മുഖത്ത് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. അത്രത്തോളം ശരിയായ കാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നീൽ ലോഹിദാസ് നാടാരെ കൊണ്ട് രാജിവെപ്പിച്ച ഇടതുപക്ഷം, TU കുരുവിളെ കൊണ്ട് രാജിവെപ്പിച്ച ഇടതുപക്ഷം, അതുപോലെ PJ ജോസഫിൻ്റെ രാജി ചോദിച്ചു വാങ്ങിച്ച ഇടതുപക്ഷം. ആ ഒരു ധാർമ്മികത ജയരാജൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടു. ജയരാജൻ രാജിവെച്ചു. നല്ല കാര്യമാണ്. രാജിവെച്ചുകൊണ്ട് ക്രിമിനൽ നടപടി നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനിപ്പോൾ അദ്ദേഹം പ്രോസിക്യൂഷൻ നേരിടാൻ പോകുന്നു. അതിൻ്റെ ആദ്യ ഗഡുവ് എന്ന നിലയ്ക്ക് ത്വരിത പരിശോധന നടത്തി. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഇനി കൂടുതൽ തെളിവുകൾ കിട്ടും. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ തെളിവുകളുണ്ടെങ്കിൽ കുറ്റപത്രം കൊടുക്കും. അദ്ദേഹം വിചാരണ നേരിടും. തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടും. അതൊക്കെ സാധാരണ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്, നിയമ നടപടിയാണ്. പക്ഷേ ഇവിടെ പാർട്ടി അഭിമുഖീകരിക്കുന്ന ധാർമ്മിക പ്രശ്നം അതല്ല, രാഷ്ട്രീയ പ്രശ്നം അതല്ല. ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. പണ്ട് സഖാവ് EMS നമ്പൂരിപ്പാടിൻ്റെ മകൾക്ക് കേരളത്തിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം ഇവിടെ ചേർക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ മകൾ മദ്രാസിൽ പോയിട്ടാണ് പഠിച്ച് പാസ്സായത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മകൾ കേരളത്തിൽ MBBS പഠിച്ചാൽ അത് അനാവശ്യമായ വിവാദങ്ങൾക്കിടയാക്കും എന്ന് EMS നമ്പൂരിപ്പാടിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ഡോക്ടർ മാലതി മദ്രാസിൽ പോയി MBBS പഠിച്ചത്. അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത. പണ്ട് EMSൻ്റെ പാർട്ടി, AKGയുടെ പാർട്ടി, അഴീക്കോടിൻ്റെ പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ജയരാജൻ്റെ പാർട്ടി, സക്കീർ ഹുസൈൻ്റെ പാർട്ടി, കൊടിസുനിയുടെ പാർട്ടി എന്നൊക്കെയാണ്, മണിയാശാൻ്റെ പാർട്ടി എന്നൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ആ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള വിശ്വാസം ഗ്രാജുവലായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ പാർട്ടിക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ജയരാജനും ശ്രീമതി ടീച്ചർക്ക് ഇനിയും കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് തുടരണമോ വേണ്ടയോ എന്ന കാര്യം നമ്മളല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആലോചനകൾ നടക്കണം. മാത്രമല്ല ജയരാജനെതിരായിട്ടുള്ള ആരോപണങ്ങൾ എത്രയോ നിസ്സാരമാണ്.
മണിക്കെതിരായിട്ടുള്ളതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മണിക്കെതിരായിട്ടുള്ളത് കൊലപാതക കുറ്റമാണ്. കാര്യം പാർട്ടിക്ക് വേണ്ടി ചെയ്തായിരിക്കും, പാർട്ടിയുടെ താല്പര്യപ്രകാരം ചെയ്തായിരിക്കും. എങ്കിൽ പോലും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ജീവപര്യന്തം കഠിന തടവോ ഒരു പക്ഷേ വധശിക്ഷയോ പോലും ലഭിക്കാവുന്ന കുറ്റത്തിന് ആരോപിതനായ വ്യക്തിയാണ്. അത് FIR അല്ല, കുറ്റപത്രമാണ് മണിക്കെതിരെ നിലനിൽക്കുന്നത്. കുറ്റപത്രം നിലനിൽക്കുമ്പോൾ മണി കേരളത്തിൽ മന്ത്രിയായിട്ട് കൊടിവെച്ച കാറിൽ പാറിപ്പറന്ന് നടക്കുകയാണ്. അതല്ലേ ധാർമ്മികത? അവിടെയല്ലേ ധാർമ്മികതയെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം വരുന്നത്? കേന്ദ്ര കമ്മിറ്റി അല്ല, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, അത് പാർട്ടി കാര്യമാണ്. പോട്ടെ, കേരളത്തിലൊരു മന്ത്രിയല്ലേ, പോലീസുകാർ ഇയാളെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നു. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കളിലേക്ക്. മണി അടക്കമുള്ള മറ്റ് വിഷയങ്ങളിലേക്കും പോകേണ്ടതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കാനാണ് ഈ രാജിവെക്കുക എന്ന നിലപാടിലേക്ക് EP ജയരാജൻ എത്തിയത്. EP ജയരാജൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, പാർട്ടി അതിന് അനുമതി നൽകി എന്നാണ് രാജിവെച്ചതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സീതാറാം യെച്ചൂരി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഇതേ കാര്യം തന്നെ രാജി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്നാണ് വ്യക്തമാക്കിയത്, പറഞ്ഞത്. എത്ര വലിയ നേതാവ് തെറ്റുവരുത്തിയാലും തിരുത്തി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണിത്, ഞങ്ങളുടേത് മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ, അത് തിരുത്തുന്നതിൽ എത്ര വലിയ നേതാവാണെങ്കിലും മടി കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായ പ്രകടനമാണ് ഈ പാർട്ടി നടത്തിയത്. CPM ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ വിജിലൻസ് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയുമാണ്. നമ്മൾ ഈ ഘട്ടത്തിൽ ഏത് നിലക്കാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്ന് വെച്ചാൽ, ഈ തെറ്റ് വരുത്തിയതിന് അവരെ ആക്ഷേപിക്കുക എന്നതാണോ, വരുത്തിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയും ഉടനെ തന്നെ നടപടി സ്വീകരിച്ചതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPMനെ അഭിനന്ദിക്കാനാണോ? ഈ രണ്ടിലേതാണ്, ഏതിനാണ് താങ്കൾ ഈ അവസരം വിനിയോഗിക്കുക? CPMനെ ഒരു നിലക്കും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ സാധിക്കില്ല. യശസ് ഉയർത്താൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞത് ഒരു ന്യായീകരണമുള്ള കാര്യമല്ല. കാരണം ശ്രീ ജയശങ്കർ ഇവിടെ പറഞ്ഞു രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച്. അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെങ്കിലും അത് തുറന്നടിച്ച് പറഞ്ഞു. അത് മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യവും അതുപോലെ തന്നെ മാണിയുടെ കാര്യവുമാണ്. ഞാനത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി, EMSൻ്റെ കാര്യം. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത അഴിമതിയോട് ബന്ധപ്പെട്ട് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? 57 ജസ്റ്റിസ് രാമൻ നായർ കമ്മീഷൻ ശുപാർശ വന്നപ്പം, അരിക്കുംഭകോണം നടന്നപ്പം വല്ല നടപടിയും സ്വീകരിച്ചോ? എന്തായിരുന്നു നിലപാട്? അതിനുശേഷം MK കൃഷ്ണൻ്റെ പേരിലായാലും ശരി, അതുപോലെ TB തോമസ്, M ഗോവിന്ദനാരൊക്കെ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ചായാലും ഗോവിന്ദമേനോൻ കമ്മിറ്റിയുടെ ഒക്കെ ശുപാർശ വന്നു. എന്താണ് നിലപാട്? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാ EMSൻ്റെ കാര്യം പറഞ്ഞല്ലോ. KSRTCയുടെ ചെയർമാനായിട്ട് നിയമിച്ചത് മരുമകനെ നിയമിച്ച സംഭവം നമുക്ക് മറക്കാനാവുമോ? അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് ബാക്കി എല്ലാത്തിനോടും ജയശങ്കറോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിനെ എനിക്ക് മറ്റേ കാര്യത്തിൽ യോജിപ്പില്ല. രണ്ടാമത് ധാർമ്മികത കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ജയരാജൻ്റെ കാര്യം പറഞ്ഞല്ലോ. ജയരാജൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജയശങ്കറിന് എനിക്കും അറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് കൈക്കൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ വഴിവിട്ട് അവിഹിതമായ സ്വത്ത് സമ്പാദിക്കുന്നു, അല്ല വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നു. ഇതെല്ലാം അഴിമതിക്കുറ്റത്തിൽ വരുന്നതാണ്. അതൊക്കെ വിശദമായി അന്വേഷിക്കണം, പ്രാഥമികമായി അന്വേഷിക്കണം. പക്ഷേ ഇന്ന ആളെ നിയമിച്ചു, ആ നിയമനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ, ആ തെറ്റ് അത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ അത് സെക്ഷൻ 13 ഓഫ് ദ ആക്ട് വരുന്നതല്ലേ, അഴിമതിക്കുറ്റത്തിൽ വരുന്നതല്ലേ? എന്നിട്ട് അതിൻ്റെ പേരിൽ ഇത്രയും എത്ര 1.5 മാസക്കാലം അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയത് തന്നെയാണ് CPM ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്നേരം തന്നെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? എന്തിനാ നമ്മുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ലളിതകുമാരിലെ വിധി അനുസരിച്ച് അന്വേഷണം മാൻഡേറ്ററി അല്ല. വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കളവായി കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു അന്വേഷണം വേണം, നടത്താമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ ധാർമ്മികമായിട്ട് CPMൻ്റെ കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടവർ ഒരു ധാർമ്മികതയുമില്ല. മറിച്ച് അവരുടെ ഉള്ളിലെ ആന്തരിക പ്രശ്നം ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ണൂർ ലോബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിലുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ രാജിവെച്ച് ഫേസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അതിനപ്പുറം ആത്മാർത്ഥത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള, പക്ഷേ അപ്പോൾ തന്നെയും ഒരു നിമിഷം ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ PS ശ്രീധരൻപിള്ള, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അതായത് നമ്മളൊരു മറിച്ചൊന്ന് ഒരു നിമിഷം അതിനിടയിൽ ഒന്ന് കയറി ഇടപെട്ടുകൊള്ളട്ടെ. അതായത് നമുക്ക് വേണമെങ്കിൽ മറിച്ചു നിന്നും ആലോചിക്കാം. താങ്കൾ രാഷ്ട്രീയമായ എതിർപക്ഷത്ത് നിന്ന് CPMനെ കാണുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നത് മാറ്റി നിർത്തിയാൽ മറിച്ചും ആലോചിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് ആളുകൾ, വ്യക്തികൾ ചേർന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അധികാരസ്ഥാനത്തെത്തുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ആ പാർട്ടിയുടെ പുറത്തേക്ക് പറയുന്ന നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവനവൻ്റെ കുടുംബത്തിന് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി തോന്നുകയാണ്.
എന്നാൽ ആ കാര്യം പുറത്തായ ഉടനെ തന്നെ, വിവാദമായ ഉടനെ തന്നെ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക എന്ന കാര്യം ചെയ്തിട്ടില്ലേ CPM എന്ന പാർട്ടി, സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ എന്ന മന്ത്രി, മുഖ്യമന്ത്രി, മറ്റ് നേതാക്കൾ? അക്കാര്യത്തെ ഒന്ന് പാർട്ടിയുടെ വ്യത്യസ്തതയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകുന്നത് ശരിയായിരിക്കുമോ? ആ പാർട്ടി ഒരിക്കലും താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യം പരസ്യമായിട്ടാണ് അവർ സമ്മതിച്ചിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ പാർട്ടിയുടെ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്താണെന്നുള്ള കാര്യവും പേപ്പറിൽ വന്നതല്ലേ, നമ്മളെല്ലാം വായിച്ചതല്ലേ. അതുകൊണ്ട് ആരും അറിയാതെ ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ് അന്വേഷണം എന്താ കാര്യം വരാൻ പോകുന്നത്? ഇവിടുത്തെ വിജിലൻസുകാർ അന്വേഷിച്ചിട്ട് എന്ത് തെളിവ് ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ അന്വേഷണം നടത്തണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിനവർ തയ്യാറുണ്ടോ? ഇവിടെ കേരളത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ CPM നേതൃത്വം ഈ അവരുടെ 3 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിക്ക് ക്ഷീണം വരുന്ന നിലപാട് സ്വീകരിക്കുമോ? അതുകൊണ്ട് സെൻട്രലിനെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, കേന്ദ്ര ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അന്വേഷണം നടക്കട്ടെ, അതിൽ തെളിവുകൾ ഹാജരാക്കട്ടെ. പ്രഥമ ദൃഷ്ട്യാ ഇക്കാര്യത്തിൽ ഒറ്റ പെർസേ ഇറ്റ് ഈസ് ആൻ ഓഫൻസ്, ഇംഗ്ലീഷിൽ പറ പെർസേ ഇറ്റ് ഈസ് ആൻ ഓഫൻസ്, വേറെ അന്വേഷണത്തിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലപാടിലേക്ക് CPM വന്നിട്ടില്ല. CPM ഇപ്പോഴും ഹൈഡ് ആൻഡ് സിക്ക് പോളിസി എടുക്കുന്നത്, കളിക്കുക ഒളിക്കുക, ഇതാണ് അവരുടെ നിലപാട്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് എനിക്ക് തെറ്റുപറ്റി, ഞാൻ സ്ഥാനമൊഴിയുകയാണ് എന്ന് പാർട്ടി സമിതികൾക്കകത്ത് EP ജയരാജൻ സമ്മതിച്ചു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പിന്നീട് പറഞ്ഞത്. തെറ്റുപറ്റിയെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സമ്മതിച്ച് കൈകഴുകി ഞങ്ങളുടെ ധാർമ്മികതയ്ക്ക് ഉദാഹരണമാണിത് എന്ന നിലപാട് സ്വീകരിച്ചാൽ പോരാ CPM എന്നാണ് PS ശ്രീധരൻപിള്ള പറയുന്നത്. താങ്കൾക്ക് അക്കാര്യത്തിൽ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല, പക്ഷേ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാവുന്നൊരു കാര്യം കൂടെ ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നുണ്ട്. അത് CPMൻ്റെ എല്ലാ കാലത്തെയും നിലപാട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. EMSൻ്റെ കാലത്തും EMS അദ്ദേഹത്തിൻ്റെ മരുമകന് നിയമനം കൊടുത്തിട്ടുണ്ട് എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും CPM തുടരുന്ന ശരിയില്ലായ്മകളുടെ കൂട്ടത്തിലെ ഒന്ന് എന്ന നിലക്ക് EP ജയരാജന് ആശ്വസിക്കാനാകുന്നൊരു കാര്യമാണോ ഈ ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലുമല്ല. ശ്രീ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ശ്രീധരൻപിള്ള ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് തികച്ചും നിർഭാഗ്യകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മരുമകനെ KSRTCയുടെ ചെയർമാനായിട്ട് നിയമിച്ചു. സത്യത്തിലുണ്ടായതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രി EK ഇമ്പിച്ച് ബാവയായിരുന്നു. ഇദ്ദേഹം പറയുന്ന സംഭവം നടക്കുന്നത് 1967-69 കാലത്താണ്. അന്ന് ഇമ്പിച്ച് ബാവ ഈ പാർട്ടിക്കാരായ ഒരുപാട് പേർക്ക് നിയമനം കൊടുത്തു. ഇമ്പിച്ച് ബാവയുടെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം അങ്ങനെ വലിയ ഈ വരേണ്യവർഗത്തിൽ നിന്ന് വരുന്ന ഒരാളല്ല, സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു. ബീഡി തെറുപ്പുകാരനും മറ്റുമായിരുന്നു. ഉയർന്ന നിലയിലെത്തിയ ഒരാളാണ് അദ്ദേഹം. പാർട്ടിക്കാരായ 72 അല്ലെങ്കിൽ 73 പേർക്ക് ജോലി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാവരും തന്നെ സഖാവ് MN ഗോവിന്ദൻ നായർ വന്നപ്പോൾ പിരിച്ചുവിടുകയും ചെയ്തു, ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് അടുത്ത സർക്കാർ വന്നപ്പോൾ. ഈ നിയമിക്കപ്പെട്ടവരിൽ ഒരാൾ പിൽക്കാലത്ത് ശ്രീമാൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ യോഗമുണ്ടായ CK ഗുപ്തനായിരുന്നു. ഗുപ്തനെ നമ്മൾക്കറിയാം, പിൽക്കാലത്ത് ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ വരുന്ന CK ഗുപ്തനായിരുന്നു. ഈ ആളുകളെ മിക്കവരെയും തന്നെ എല്ലാവരും തന്നെ MN ഗോവിന്ദൻ നായർ വന്നപ്പോൾ പിരിച്ചുവിട്ടു. CK ഗുപ്തനെ ആവശ്യത്തിന് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തെ പിന്നീട് അച്യുതമേനോൻ്റെ സർക്കാർ അദ്ദേഹത്തെ KSRTCയിൽ തുടരാൻ അനുവദിച്ചു. അദ്ദേഹം പിന്നീട് നമുക്കറിയാം KSRTCയുടെ ഉന്നത പദവിയിൽ നിന്നാണ് റിട്ടയർ ചെയ്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ആയി. ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ വലങ്കൈയായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളാണ്. CITUകാർക്ക് ഭരതനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. ഭരതൻ മരിച്ചുപോയി. ഭരതൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ ഒരു സമരം നടന്നു. അന്ന് സനീഷിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 91-92 കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രി, ബാലകൃഷ്ണപിള്ള ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോഴാണ് KSRTCയിലെ അവസാനത്തെ സമരം നടന്നത്. വലിയ സമരമായിരുന്നു. ആ സമരത്തിൽ ബ്രിഗേഡിയർ മുകുന്ദൻ മേനോനായിരുന്നു, പനമ്പള്ളിയുടെ മകളുടെ ഭർത്താവ്, അന്ന് KSRTCയുടെ MD. ഗുപ്തനായിരുന്നു ശ്രീമാൻ ബാലകൃഷ്ണപിള്ള വലങ്കൈയായിട്ട് നിന്ന്. സംശയമുണ്ടെങ്കിൽ ബാലകൃഷ്ണപിള്ളയെ തന്നെ വിളിച്ചു ചോദിക്കാം. ഇപ്പോൾ കരുണാകരനും മറ്റവരൊക്കെ മരിച്ചു പോയതുകൊണ്ട് ഗുപ്തൻ വളരെ സമർത്ഥനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു KSRTCയുടെ ചരിത്രത്തിൽ. അദ്ദേഹം ഭരണകക്ഷി ഏതാണെങ്കിലും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് അതിന് വിധേയത്വം പ്രകടിപ്പിച്ച് നിന്ന ആളുമാണ്. ബാലകൃഷ്ണപിള്ള ചെറിയ ആളല്ലോ, നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ രീതികൾ, പ്രവർത്തന ശൈലിയൊക്കെ അറിയാവുന്നതാണ്. EMSനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു അപവാദം പറയുന്നത് ശരിയല്ല. ശ്രീധരൻപിള്ള ഒരു പക്ഷേ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ജയരാജൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് അങ്ങനെ കൈ കഴുകാൻ പറ്റുകയില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും. ത്വരിത പരിശോധന കഴിഞ്ഞു, FIR രജിസ്റ്റർ ചെയ്തു, ഇനി കുറ്റപത്രം കൊടുക്കാം, ശിക്ഷിക്കുകയോ എന്തുവേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലൊരാൾ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നതിനെ പാർട്ടി അങ്ങനെ നീതീകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് ജയരാജൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, കണ്ണൂർ ലോബിയുടെ മാത്രം കാര്യമല്ലല്ലോ.
ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായി ഉയർന്ന ആരോപണത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അത് ഒരു ത്വരിത പരിശോധനയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വരട്ടെ, അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാകട്ടെ. അത് വിജിലൻസിൻ്റെ ഭാഗത്തും FIRലേക്ക് പോവുകയാണെങ്കിൽ അവർ രാജിവെക്കേണ്ടി വരും. ഞാൻ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മണിയുടെ കാര്യത്തിൽ പകൽ പോലും വ്യക്തമല്ലേ, അവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞ കേസാണ്, കൊലപാതക കേസാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബീഹാറിലും ജാർഖണ്ഡിലൊക്കെ നടന്നിട്ടെന്ന് പറയുന്നു, കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ കഴിഞ്ഞ 60 കൊല്ലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുമുമ്പ് തിരുവിതാംകൂറിലോ തിരുക്കൊച്ചിയിലോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അഭൂതപൂർവ്വമാണ്. ഈ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കണം. ഇത് മാത്രമല്ല, ഇവിടെ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ ഏരിയ സെക്രട്ടറിയാണ് കളമശ്ശേരി. അദ്ദേഹം ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയാവുന്നു. അദ്ദേഹം ഒളിവിൽ പോകുന്നു, മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുന്നു, അത് തള്ളുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നാടകീയമായി പാർട്ടി ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അറസ്റ്റ് ഭരിക്കുന്നു, ജയിലിൽ പോകുന്നു. ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷവും അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് തുടരുകയാണ്. ഇതൊക്കെയാണ് പ്രശ്നം. ഇത് ഈ കുറ്റവാളികളോട് അല്ലെങ്കിൽ കുറ്റാരോപണ വിധേയരായ ആളുകളോട് പാർട്ടി എടുക്കുന്ന സമീപനം, അതിൽ മൗലികമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് EMS കാലത്തൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അറിയില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നാളെ ഈ സംഭവം വാർത്തയായതിനു ശേഷം നാളെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല CPM നേതാക്കളാരും തന്നെയും. ഞങ്ങൾ പലരെയും ടെലിഫോണിൽ വിളിച്ചെങ്കിലും അവരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട്, പ്രതികരിക്കാനുള്ള വാർത്തയല്ല ഇത് എന്നതുകൊണ്ടല്ല, പലതരം തിരക്കുകളിൽ അവരുടെ നേതൃയോഗങ്ങളടക്കം നടക്കുന്നത് കൊണ്ട് ആരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പ്രതികരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയാവുന്നൊരു പോയിന്റ്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാൾ, CPM പ്രവർത്തകർ ബഹുമാനിക്കുന്നൊരു നേതാവ്, രണ്ടാമത്തെ മന്ത്രിയായിരുന്നയാൾ, ഒരു കുറ്റാരോപണം വന്നപ്പോൾ അധികം വഷളാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ചൊഴിയുകയും അതിന്മേൽ വിജിലൻസ് യാതൊരു അധികാരത്തിനും വഴങ്ങാതെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും നേരിടാതെ നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ വ്യത്യസ്തതയാണ് UDF സർക്കാരിനേക്കാൾ എന്ന അഭിപ്രായമാണല്ലോ സ്വാഭാവികമായും അവർ വരികയാണെങ്കിൽ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുക. അങ്ങനെയൊരു ആനുകൂല്യം, അതിനർഹിക്കുന്ന അഭിനന്ദനം കൊടുക്കേണ്ടതുണ്ടോ ഈ സാഹചര്യത്തിൽ ഈ സർക്കാരിന്? സനൂഷെ, അങ്ങനെ ഒരു അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഈ ജയരാജൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയല്ല മാർക്സിസ്റ്റ് പാർട്ടി, UDF അല്ല LDF. ഞങ്ങൾ ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ തീരുമാനമുള്ള ആളുകളാണ്. ഇവിടെ ശ്രീ ജയശങ്കർ അടക്കമുള്ള ആളുകളുണ്ട്. ഒരു കുറ്റസമ്മതം കോടതിക്ക് പുറത്ത് നടത്തുന്നതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ എന്നാണ് പറയുന്നത്. ശ്രീ EP ജയരാജൻ അത്തരമൊരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ആ കുറ്റസമ്മതം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ആവർത്തിച്ചിട്ടുമുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു, അടിസ്ഥാനം ഉണ്ട്, തെളിവുകളുണ്ട്. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പം ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് FIR-ൽ വ്യക്തമായ തെളിവുകളും അടിസ്ഥാനവും നിരത്തിയ സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ചൊരു പ്രവചനം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഈ കോൺഗ്രസ് അല്ല മാർക്സിസ്റ്റ്, UDF അല്ല LDF എന്ന് പറഞ്ഞു. ഇപ്പം UDF-ഉം LDF-ഉം ആയിട്ട് ഒരു വ്യത്യാസവും ഇല്ല, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു വ്യത്യാസവുമില്ല. അത് വ്യത്യാസമില്ലെന്ന് ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, കേരളം UDF ഭരിക്കുമ്പോൾ പിണറായി വിജയൻ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ക്ലിപ്പിംഗ് News 18 അടക്കം എല്ലാവരുടെ കയ്യിലുമുണ്ട്. അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങളുടെ ക്ലിപ്പിംഗ് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. കാരണം ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അന്വേഷണം നടത്തുമെങ്കിൽ അത് സ്വതന്ത്രമാകില്ല, നിഷ്പക്ഷമാകില്ല, സുതാര്യമാകില്ല, രാജിവെക്കണം. അതൊരു സാമാന്യ മര്യാദയാണെന്ന്. പക്ഷേ അത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് താങ്കൾ പറയുമ്പോൾ, ഈ ഘട്ടത്തിൽ ഈ ടെലിവിഷൻ ചർച്ചയിൽ താങ്കൾ അത് പറയുമ്പോൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ എന്ന് കൂടെ ആലോചിക്കേണ്ടതല്ലേ? നിരവധിയായ ആരോപണങ്ങൾക്കകത്തുകൂടെ ഇതേ കാര്യം മുന്നോട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ തന്നെ ആരോപണ വിധേയനായിരിക്കുന്നു. അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ അന്വേഷണം നേരായ വഴിക്ക് പോവുകയില്ല എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് വഴങ്ങാത്ത ആളുകളാണല്ലോ UDF. അപ്പോൾ ഞങ്ങൾ അവരെക്കാൾ വ്യത്യസ്തരാണ് എന്ന LDF-ൻ്റെ, ഈ സർക്കാരിൻ്റെ, CPM-ൻ്റെ അവകാശവാദം ഉയർന്നു തന്നെ നിൽക്കുകയില്ലേ? ഞാനിപ്പോൾ പറഞ്ഞത് സനൂഷ് കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസ് അല്ല മാർക്സിസ്റ്റ് പാർട്ടി, UDF അല്ല LDF. ഞങ്ങളത് സമ്മതിച്ചു. പക്ഷേ
ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യവും UDF നിന്ന് വ്യത്യസ്തമായി ഇവിടെ നടക്കുന്നില്ല. മാണിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളത് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയത്. ഇവർ അത് എല്ലാം തിരുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ്. അഴിമതിക്കെതിരെ ഒരു ജനവിധി നേടി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ്, 3 മന്ത്രിമാരാണ് ഇപ്പൊ പ്രതികൂട്ടിൽ നിൽക്കുന്നത്. ഒരാൾ രാജിവെച്ചു. നമുക്കറിയാം ഇവിടെ തന്നെ ഒരാൾ രാജിവെക്കേണ്ടി വന്ന എന്താ, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ റിയാബ്, ആ റിയാബ് കൊടുത്ത ശുപാർശകളെ മറികടന്നുകൊണ്ടാണ് ജയരാജൻ നിയമനം നടത്തിയത്. അതേ നിയമനം മെഴ്സിക്കുട്ടിയമ്മയും നടത്തിയിട്ടുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ക്യാപെക്സിൽ അവിടെ റിയാബ് പറഞ്ഞവരെയല്ല നിയമിച്ചത്. അന്ന് ആ നിയമനം നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഈ 2 പേരും അഴിമതിക്കാരാണ്. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ആയി വെക്കാൻ പോകുന്ന ആള്, അതുപോലെ തന്നെ ക്യാപെക്സിന്റെ MD ആയി വെക്കാൻ പോകുന്ന ആള്. ഇപ്പൊ എന്താ ഫലം? ഇപ്പൊ വിജിലൻസ് ഉത്തരവിട്ടിരിക്കുന്നു. മെഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ, തന്റെ ഭർത്താവിനെതിരെ, കാഷ്യൂ കോർപ്പറേഷന്റെ MDക്കെതിരെ, അതുപോലെ ക്യാപെക്സിന്റെ MDക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ലേ? അഴിമതിക്കാരെയാണ് അവിടെ നിയമിച്ചത്. റിയാബിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. പിന്നെ മൂന്നാമത്തെ ഒരാളുണ്ട്, നമുക്കറിയാം ഇവിടെ ഷിബു ഷോറൻ എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ ഒരു കൊലക്കുറ്റം ചുമത്തി അദ്ദേഹം പ്രതിയായപ്പോഴാണ് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. ഇവിടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പ്രതിയാണ്. അപ്പൊ ആ പ്രതിസ്ഥാനത്തിരുന്ന മന്ത്രി എന്തിനാ ഈ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കാൻ പോയത്? അപ്പൊ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്ത സ്ഥിതിക്ക്, ആ പെറ്റീഷൻ കോടതി തള്ളിയ സ്ഥിതിക്ക്, അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനം അരക്കിട്ടുറപ്പിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാ മന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത്? നാളെ കോടതിയിൽ പ്രോസിക്യൂഷൻ വിചാരണ ആരംഭിക്കുമോ? ചെന്നു കഴിഞ്ഞാൽ ഒരു കൊലക്കേസിലെ പ്രതിയെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേടല്ലേ അവിടെ നിൽക്കുന്നവർക്ക്? ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇടപെടുന്ന സമയം ഒരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇടവേളയിലേക്ക്. പ്രൈം ഡിബേറ്റ് തുടരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ നേരത്തെ ഇമ്പിച്ചി ബാവയെ ഉദാഹരിച്ചു. അദ്ദേഹവും പിന്നീട് വരുന്ന മന്ത്രിക്ക് നീക്കേണ്ടി വരുന്ന തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ ബന്ധുക്കൾക്കായിരുന്നില്ല, പാർട്ടി പ്രവർത്തകർക്കായിരുന്നു. ഇമ്പിച്ചി ബാവയെ അടക്കമുള്ള ആളുകൾ ചെയ്ത ഈ വഴിവിട്ട കാര്യങ്ങൾ എന്ന് വിത്തിൻ കോട്ട്സ് പറയാവുന്ന വഴിവിട്ട കാര്യങ്ങൾ, അതായത് പാർട്ടിക്കാരായവർക്ക് ജോലി നൽകുക എന്നതിൽ നിന്ന് എങ്ങനെയാണ് EP ജയരാജൻ ചെയ്ത ഈ കാര്യം വേറിട്ട് നിൽക്കുന്നത്? മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് 142ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് സ്ഥാനം വിട്ടൊഴിയേണ്ടി വന്നത്. EP ജയരാജനെ പോലെ വളരെ മുതിർന്നൊരു CPM നേതാവ് ഇമ്മട്ടിലൊരു വലിയ കുരുക്കിൽ ചെന്ന് ചാടാൻ മാത്രം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസ കുറവായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും സത്യത്തിൽ ജയരാജനോട് എനിക്ക് സഹതാപമുള്ളത്. ജയരാജനെ പോലെ ഒരാൾ ഇത്ര നാൾ ആറ്റുനോറ്റിരുന്നൊരു മന്ത്രിസ്ഥാനത്ത് വന്നപ്പോൾ ഇതുപോലെ ഒരു അബദ്ധം, ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ടും കലാപരമായിട്ടൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ തിരുവനന്തപുരത്തുണ്ട്. ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ നിയമനങ്ങൾ നടത്തിയത്. പക്ഷേ ജയരാജന് പറ്റിയത് അതിൽ അദ്ദേഹത്തിന് തിടുക്കം കൂടിപ്പോയി, അതിലെ മാനദണ്ഡങ്ങൾ തെറ്റിച്ച് നിയമനം നടത്തി. അത് മാത്രമല്ല, നിയമനം ലഭിച്ച ആൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ നിയമനം കിട്ടിയ ആൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ നിർദ്ദിഷ്ടമായ പ്രവൃത്തി പരിചയമോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കുടുക്കിപ്പോയത്. പിന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് യാതൊരു പിന്തുണയും കിട്ടിയില്ല. പാർട്ടി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയത്. പാർട്ടിയിലെ യുവാക്കളടക്കമുള്ള ഒരുപാട് പ്രവർത്തകർ ഇതിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. പാർട്ടിയെ TV ചാനലിലൊക്കെ പോയി പ്രതിരോധിക്കുന്ന സുരേന്ദ്രബാബുവിനെ പോലുള്ള ചിന്തകന്മാർ പോലും ജയരാജന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. പിന്നെ മാധ്യമങ്ങളാണെങ്കിലും ശ്രീ ജയരാജനെതിരായിട്ട് വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്തു. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ 9 ദിവസം മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഈ വിഷയം മാത്രം പ്രൈം ടൈമിൽ ചർച്ച ചെയ്തു. 8 മണി തൊട്ട് 9 മണി വരെ 9 ദിവസം ചർച്ച നടത്തി. അങ്ങനെയുള്ള ചർച്ചകൾ കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അല്ലാണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടിയോ ശ്രീധരൻപിള്ളയുടെ പാർട്ടിയോ സമരം നടത്തിക്കൊണ്ടൊന്നുമല്ല. ഇവരൊക്കെ പ്രതിപക്ഷക്കാരാണെന്ന് പറഞ്ഞ സത്യത്തിൽ സങ്കടം തോന്നുകയാണ്. ഈ ഉണ്ണിത്താൻ തന്നെ മുരളീധരനെ പറ്റി പറഞ്ഞതിൻ്റെ 1/3 ഭാഗം മണിയെക്കുറിച്ച് പറഞ്ഞതിന് മണി എന്നേ രാജിവെച്ച് പോകുമായിരുന്നു. ഞാൻ ഉണ്ണിത്താനെ കുറ്റപ്പെടുത്തല്ല, ഉണ്ണിത്താൻ എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച, ഉപേക്ഷ ഈ കാര്യത്തിൽ വളരെ പ്രകടമാണ്. ഇവിടെ ശ്രീ MK ദാമോദരൻ്റെ വിഷയം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആരാണ്? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായിട്ടിരിക്കുമ്പോൾ അതേസമയത്ത് തന്നെ സാന്റിയാഗോ മാർട്ടിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. അത് വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുന്നു, പത്രങ്ങൾ അത് വലിയ കാര്യമായിട്ട് ഏറ്റുപിടിക്കുന്നു.
അത് കഴിഞ്ഞ് ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു ഹർജി കൊടുക്കുന്നു. ആ ഹർജിയോടുകൂടി ദാമോദരൻ നിയമോപദേഷ്ട അവസ്ഥാനം ഒഴിയാൻ നിർബന്ധിതനാവുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വലിയ ഉദാസീനത ഈ വക കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുരളീധരനോട് ഈ കാര്യത്തിൽ എനിക്ക് യോജിപ്പുള്ളത്. മുരളീധരനാണ് പറഞ്ഞെങ്കിലും സംഗതി വളരെ സത്യമാണ്. പിന്നെ മുരളീധരൻ പറഞ്ഞ രീതി തെറ്റിപ്പോയി. അദ്ദേഹം പിന്നീട് സ്വന്തം പാർട്ടിക്ക് ദുർബലമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. മുരളീധരൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും അത് ആത്യന്തികമായിട്ട് പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലമാക്കാനും അതുവഴി ഭരണപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ കിട്ടാനുള്ള സാഹചര്യത്തിലേക്കാണ് പോയത്. ഇത് ഞാനിവിടെ ഈ പ്രതിപക്ഷ നേതാക്കളുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടി തന്നെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്താണ്? ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ, ഉപേക്ഷകൾ അവരുടെ ഭാഗത്തുണ്ടാകും, ഗുണസായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അത് ആ ഉത്തരവാദിത്വം പ്രതിപക്ഷം നിറവേറ്റുന്നില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരു നിമിഷം, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PS ശ്രീധരൻപിള്ള പറയുമ്പോഴെല്ലാം പറയണം, ഈ ചർച്ചയ്ക്കകത്താണെങ്കിൽ CPM നേതാക്കളുടെ ഇല്ലായ്മ, അവർ വരാത്തത് കൊണ്ടുള്ള കുറവ് നന്നായി തന്നെയുണ്ട്. അവർക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ ന്യായീകരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എന്ന തോന്നൽ നന്നായിട്ടുള്ളത് കൊണ്ടാണ് അവരാരും വരാതിരിക്കുന്നത് എന്നും നമുക്ക് വിചാരിക്കാവുന്നതാണ്. അതുതന്നെയാണ്. ഈ കാര്യത്തിൽ ആരും അദ്ദേഹത്തെ ന്യായീകരിക്കുകയുണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ തന്നെയും നമ്മൾ ഉള്ള ചില ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതല്ലേ? പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷിയല്ലാത്ത മാറി നിൽക്കുന്ന BJP പോലുള്ള ആളുകൾ. അതായത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ നിയമനം നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എല്ലാ കാലത്തും EP ജയരാജനെ സംരക്ഷിക്കുന്നത്, ഇതിനേക്കാൾ വലിയ കേസ് വന്നപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയനാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു തവണ പോലും ഈ വാർത്ത പുറത്തു വന്ന ആ ദിവസം തൊട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തെ തള്ളിക്കളയുകയായിരുന്നു. നടപടിയിലേക്ക് വേഗത്തിൽ കാര്യങ്ങളെ എത്തിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്ത കാര്യം. ഈ പാർട്ടി തന്നെയും അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുകൂടെ കേൾക്കുന്നു. ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണ്, എത്ര വലിയ നേതാവാണെങ്കിലും നടപടിയെടുക്കും എന്ന CPMൻ്റെ വാദത്തിന് ഒരു വിലയുമില്ല എന്ന് കാണിക്കുന്നത് രാഷ്ട്രീയ രംഗത്തെ നല്ല കീഴ്വഴക്കങ്ങളെ പോലും കാണാതിരിക്കുക എന്ന മോശം പ്രവണതയാവുകയില്ലേ? അല്ല, ഇതിൽ സനീഷ്, ഞാൻ പറഞ്ഞതിൽ PMSൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത്തരം സംഭവങ്ങളെല്ലാം പറഞ്ഞത് ഒരു പാർട്ടിയുടെ നിലപാടിനെ പറ്റി പറയാനായിട്ടാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ചെറിയ ആളൊന്നുമല്ല, ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഒന്നുമല്ല, ഈ സെൻട്രൽ കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞത്, ഞാനിത് പാർട്ടിയോട് ആലോചിച്ചാണ്, പാർട്ടിയുടെ അനുമതിയോട് അറിവോടുകൂടിയാണ്, അതുപോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് സാങ്കേതികമായിട്ട് മുഖ്യമന്ത്രി എനിക്കിതിന് നിയമനത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ അപ്പോഴും അതിനെ നോക്കിക്കാണുന്ന ഒരു പ്രശ്നമുണ്ട് ശ്രീ PS ശ്രീധരൻപിള്ള. അപ്പോഴും അത് നോക്കിക്കാണുന്ന ഒരു പ്രശ്നമുണ്ട്. താങ്കൾ നേരത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കാര്യത്തെ ഉദാഹരിച്ചപ്പോൾ അത് തെറ്റായിരുന്നു. അത് ഒന്നുകിൽ താങ്കൾക്ക് അറിവില്ലാതിട്ടാണ്, അല്ലെങ്കിൽ താങ്കൾ വെറുതെ പറയുകയാണെന്ന് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ തിരുത്തുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന പോസിറ്റീവായിട്ടുള്ള സംഗതികളെ ഒന്നും ഞാൻ കാണുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടല്ലേ അത്? ജയശങ്കറിനോടല്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ജയശങ്കറിന് വേണ്ടിയിട്ട് ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ ജയശങ്കറിനോട് പറയാണ്, ശ്രീമാൻ MN ഗോവിന്ദനും TB തോമസും അന്ന് ജപ്പാനിൽ പോകുന്ന പ്രശ്നത്തോട് ബന്ധപ്പെട്ടിട്ട് അന്യോന്യം ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചിരുന്നല്ലോ. EMSനെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചിരുന്നില്ലേ? ആ കൂട്ടത്തിൽ ബന്ധുക്കൾക്ക് കൊടുത്തു എന്നുള്ള ആരോപണം അന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ ഔപചാരികമായ ഉത്തരവാദിത്വ ബോധത്തോടെ അന്നത്തെ 67 മന്ത്രിസഭയിലെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി വരുന്ന പെട്ടെന്നുണ്ടായ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ അന്നത്തെ ആ ആരോപണ പ്രത്യാരോപണങ്ങളിൽ രേഖയാണെന്ന് ബഹുമാനപ്പെട്ട എൻ്റെ ആത്മമിത്രമാണ് അദ്ദേഹം. ഞങ്ങളൊന്നിച്ച് ഹൈക്കോടതിയിലും എല്ലാത്തിലും നല്ല ബന്ധമുള്ളവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ EMSനെ കുറ്റപ്പെടുത്തുകയല്ല, ഈ പ്രവണത ആ പാർട്ടിക്കുണ്ടായിരുന്നല്ലോ. EMSനെ വ്യക്തിപരമായിട്ട് ഞാൻ മാനിക്കുന്നു. അവിടെയും ഒരു പ്രശ്നമുണ്ട് ശ്രീ PS ശ്രീധരൻപിള്ള. അവിടെയും ഒരു പ്രശ്നമുണ്ട്. അതായത് EP ജയരാജൻ സംഭവത്തിൽ EP ജയരാജൻ ചെയ്തത് തെറ്റായ കാര്യമാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഈ മതിയായ ശേഷിയുള്ള, മതിയായ യോഗ്യതകളുള്ള ആളുകളെ മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും ബന്ധുക്കളാണ് എന്ന കാരണം കൊണ്ട് മാത്രം ഒഴിവാക്കുന്നത് ശരിയാണോ? അദ്ദേഹം നേരത്തെ പറഞ്ഞ, താങ്കൾ തന്നെ തുടക്കപ്പെട്ട ആ ഉദാഹരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ CK ഗുപ്തനും മതിയായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ നിർത്താനും പാർട്ടി പ്രവർത്തകരും മറ്റുമൊക്കെ ആയതുകൊണ്ട് കൊടുത്ത ജോലി ഒഴിവാക്കുകയുമാണല്ലോ ചെയ്തത്. അപ്പോൾ എല്ലാത്തിനെയും ഒരേ കമ്മട്ടത്തിനകത്ത് വെച്ച് കാണുന്നത് തെറ്റായ പ്രവണതയാവുകയില്ലേ, മോശം കാര്യമാവുകയില്ലേ? എന്നാൽ ഞാൻ കേട്ടോ, ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടക്കുന്നു. ഈസ് ഇറ്റ് എ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആളായിരുന്നു എന്നാണല്ലോ എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് എടുത്തതോ? ഇങ്ങനെ എത്ര ഞാൻ പറഞ്ഞു പറഞ്ഞത് EMSനെ വ്യക്തികളെ പറ്റിയല്ല. 57 മന്ത്രിസഭയിലെ ജസ്റ്റിസ് രാമൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിച്ചു? 67 ജസ്റ്റിസ് ഗോവിന്ദമേനോൻ ഉൾപ്പെടെയുള്ള 3 കമ്മിറ്റികൾ അന്ന് 3 കാര്യങ്ങൾ അന്വേഷിച്ചു.
അതുമേൽ എന്ത് വെളിപ്പെടുത്തലുണ്ടായി, അതിനെ അക്സെപ്റ്റ് ചെയ്തോ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോഴാണ് ഈ പശ്ചാത്തലം അഴിമതിയോടെ. അത് പറയുമ്പോൾ BJP-ക്കാരനായ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എൻ്റെ പാർട്ടിയിൽപ്പെട്ട അദ്വാനിക്കെതിരായിട്ട് ഒരിക്കലും കേസിൻ്റെ വന്നു. ഞങ്ങളുടെ കർണാടകത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരോപണത്തിന് വന്നു. ഇതിലെല്ലാം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ FIR വന്നു. പ്രാഥമികമായി അത് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കാത്ത ഒരു സംഭവം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അത് പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കർണാടക സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് ഹൈക്കോടതി കൊടുത്ത ശേഷമാണ് തിരിച്ചു കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ പ്രസിഡന്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ സമീപനം സ്വീകരിച്ച ഒരു പാർട്ടി എന്ന നിലയിലാണ് എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളെയും ശുപാർശകളെയും അത് വന്നു കഴിഞ്ഞാൽ എത്ര വലിയവനായാലും കൊമ്പനായാലും LK അദ്വാനി പോലും മാറി നിന്നുകൊണ്ട് നിരപരാധം തെളിയിക്കണം എന്നുള്ള കാഴ്ചപ്പാട് അത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തന്നെ ഈ 3 സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞാനും എൻ്റെ ആത്മമിത്രവും തമ്മിൽ യോജിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. കാരണം ഇപ്പോൾ ഈ 3 സംഭവങ്ങളിൽ എന്നേക്കാൾ ശക്തമായിട്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ അദ്ദേഹം ഇടതുപക്ഷ അനുഭവമുള്ള ആളായിട്ട് കൂടി അദ്ദേഹം അത് പറയുകയുണ്ടായി. ഇവിടെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. എന്തിനാ MM മണിയുടെ കാര്യത്തിൽ എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു കേസിനകത്തിൽ വന്ന് ഇത് കണ്ടപ്പം പിന്നെ ഉണ്ണിത്താൻ പറഞ്ഞത് എൻ്റെ ജയശങ്കർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ധാർമ്മികതയാ? അത് പാടുള്ള കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് ഇത് സ്വഭാവമാണ് CPM-ന്. അതുകൊണ്ടൊരു കേമത്തരവും താങ്കൾ സനീഷ് പറയുന്ന പോലെ ഒരു പ്ലസ് പോയിൻ്റ് ഈ കാര്യത്തിൽ CPM-ന് കൊടുക്കാൻ നിർവാഹമില്ല. കോൺഗ്രസിനെ പോലെ തന്നെയാണ്. ഞാൻ വേറെ ചില ഉദാഹരണം പറയാം. ഇപ്പോൾ കോട്ടയത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് പിന്നെ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ വാസവൻ MLA, അവിടുത്തെ CI2-ൻ്റെ സെക്രട്ടറി തോമസ് തുടങ്ങിയുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു അഴിമതി വന്നു. ഉമ്മൻചാണ്ടി അതിനുവേണ്ടി കാൽനട യാത്ര നടത്തിയ ആളാണ്. പുതുപ്പള്ളി മുതൽ AK ആയിരുന്നു സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. അന്ന് K മുരളീധരനായിരുന്നു KPCC പ്രസിഡന്റ്. ഞാൻ ചേട്ടാ അധികാരത്തിൽ വന്നപ്പോൾ 2 കൂട്ടരും കൂടെ ചേർന്നിട്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ അതിൻ്റെ അനുബന്ധമായ തെളിവുകൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് ആദ്യത്തെ പോസ്റ്റിങ്ങിന് തന്നെ അത് തള്ളിച്ചില്ലേ? ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരുപോലെയാണ്, ഒരേ തരത്തിലാണ് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതെന്നാണല്ലോ എല്ലാ കാലത്തും BJP പറയുന്നത്. അത് തന്നെയാണ് ശ്രീ PS ശ്രീധരൻപിള്ള ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത്. താങ്കളും നേരത്തെ പറയുകയുണ്ടായി UDF-നേക്കാൾ വ്യത്യസ്തരാണ് LDF എന്ന വാദവുമായി വന്നെങ്കിലും UDF-നെ പോലെ തന്നെയാണ് LDF-ഉം എന്നാണ് താങ്കളും നേരത്തെ പറഞ്ഞത്. ഈ വ്യത്യസ്തരല്ലാത്ത ഈ 2 മുന്നണികൾക്കകത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണോ BJP? അവർക്ക് ഈ കാര്യത്തിൽ EP ജയരാജനെയും UDF-നെയും ഒക്കെ ഇത്രക്ക് നിശിതമായി വിമർശിക്കാനുള്ള അവകാശം ഉണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ വിഷയത്തെ നിന്ന് പുറത്തുപോയി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ശേഷം ഒരു ചാനൽ ചർച്ച കിട്ടിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു പരാമർശം നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ പാർട്ടിയിൽ നടക്കുന്ന അനഭിലഷണീയമായ ചില പ്രവണതയെക്കുറിച്ച് അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ പാർട്ടിയെക്കുറിച്ചേ ഉള്ളൂ. ജയശങ്കറിനെ പോലെ ചാനൽ വന്നിരുന്ന് നാട്ടിൽ കണ്ടവരെയെല്ലാം ഇതുപോലെ അധിക്ഷേപിച്ച ഒരു പാരമ്പര്യം എനിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സഭ്യേതരമല്ലാത്ത ഭാഷകളുടെ മുൻകാല ക്ലിപ്പിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ശിശുവാണ്. അതെല്ലാവർക്കും അറിയാം. കാരണം ചാനൽ ചർച്ച കണ്ടു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇത് പരസ്പരം ചർച്ച ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ മലയാള ഭാഷയിൽ എത്രമാത്രം താഴെയുള്ള നിലവാരമുള്ളതാണെന്ന് അദ്ദേഹം തന്നെ ഒരു ആത്മപരിശോധന നടത്തി. ഞാനൊക്കെ ധരിച്ച അദ്ദേഹം CPI-യുടെ വക്താവാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറല്ലാത്ത പന്നിനി അടുത്ത കാലത്ത് പറഞ്ഞു. അദ്ദേഹം ചാനൽ വന്നതിനും ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ വക്താവൊന്നുമല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭാഷയിൽ പറയുന്നു. അതിൻ്റെ പിതൃത്വം ഞങ്ങളുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതുകൊണ്ട് ആ പിതൃത്വം അവർ ഏറ്റെടുക്കാത്ത ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കും. ഞാൻ അത് വിടുന്നു. പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ല, അതോടൊപ്പം ചേർത്ത് ഈ ചോദ്യത്തെ കാണണം ശ്രീ രാജ്മോഹനോട്. അതോടൊപ്പം ചേർത്ത് ഈ ചോദ്യത്തെ കാണണം. താങ്കൾ പ്രചോദനാവുകയും അതായത് താങ്കൾ BJP മാറി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് തോന്നൽ താങ്കൾക്കുണ്ടോ? അങ്ങനെ ഈ ഘട്ടവുമായി ചേർത്ത് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു നിലപാട് താങ്കൾ എടുത്തു കളയുമോ എന്ന സംശയം പോലുമുണ്ട്. അല്ല, ഒരിക്കലും ശ്രീധരൻപിള്ള പറഞ്ഞതിന് യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തെക്കേ ഇന്ത്യയിലെ മുഖ്യമന്ത്രി നമുക്കറിയാം യെദ്യൂരപ്പയെക്കുറിച്ചാണ്. യെദ്യൂരപ്പയാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നമ്മുടെ അഴിമതി ആരോപണത്തിന് വിധേയമായി ജയിൽ പോകുന്ന അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷമാണ് കോടതി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ അനുകൂലമായ ഒരു വിധി വന്നത്. പക്ഷേ ആ വിധി വരുന്നതിന് മുമ്പ് തന്നെ
അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞ കണക്കാണെങ്കിൽ നമുക്കറിയാം ജെയിൻ ഹവാല കേസിൽ അതിന് അന്വേഷണം അദ്ദേഹത്തിന്റെ ഡയറി പിടിച്ചെടുത്തപ്പോഴാണല്ലോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറി പിടിച്ചെടുത്തപ്പോഴാണ് അദ്വാനിയുടെ പേര് വന്നത്. ആദ്യം ഒരു കോടതി ഗൗരവമായി കണ്ടു, ഹൈക്കോടതി അത് തെളിവുകൾ അപര്യാപ്തമാണെന്ന് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി അതിനിശ്ചിതമായി അതിനെ വിമർശിച്ചു. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസി, അത് CBI ആകാം, ഇൻകം ടാക്സ് ആകാം, റെയ്ഡ് നടത്തി ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചാൽ വളരെ ഗൗരവമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അന്നാണ് ശ്രീ അദ്വാനി പാർലമെന്റ് അംഗത്വം രാജിവെച്ചത്. ബംഗാരു ലക്ഷ്മൺ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൈക്കൂലി വാങ്ങിച്ച പണം തുപ്പര് തൊട്ട് എണ്ണുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ, നമ്മളത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ആരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. അത് വ്യത്യസ്തരാണെന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി പോലും വ്യത്യസ്തരല്ല. നമുക്ക് ഈ സാഹചര്യത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MM മണിക്കെതിരായിട്ടുള്ള ആക്ഷേപം കൂടെ കണക്കിലെടുക്കേണ്ടി വരികയില്ലേ ഈ പാർട്ടിക്ക്, സർക്കാരിന്? MM മണിയെ പുറത്താക്കുക എന്ന നിലപാടിലേക്ക് അവരെ നിർബന്ധിക്കാനുള്ള രാഷ്ട്രീയമായ സമരങ്ങൾ നിങ്ങൾ തുടക്കമിടുമോ? പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിലുള്ള ആർജവമില്ല, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന അഭിപ്രായം കൂടെ ശ്രീ ജയശങ്കർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ല, ആ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ ഡിമോണിറ്റൈസേഷനെതിരെ കോൺഗ്രസ് നടത്തിയ ജില്ലാതല പരിപാടികളുടെ ആൾബലം അത് തെളിയിക്കുകയാണ്. കാരണം ഞങ്ങൾ അതിശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങാൻ പോകുന്നു. 14-ാം തീയതി കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ദീർഘമായ സമര പരിപാടിക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയിട്ട് 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6 മാസക്കാലം ഒരു മധുവിധു കാലമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നിട്ട് പോലും നിരവധി സമരങ്ങളാണ് പ്രതിപക്ഷം നടത്തിയത്. പക്ഷേ ആ സമരങ്ങൾ പോലല്ല, വളരെ ഓർഗനൈസ്ഡ് ആയ സമരങ്ങൾ ഈ 16-ാം തീയതി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം. ശ്രീ MM മണി കേരളത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത് അനിവാര്യമായ കാരണമാണ്. കാരണം വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടത് അദ്ദേഹം തന്നെയാണ്, നമ്മൾ ആരുമല്ല. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊലപാതകം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അഞ്ചേരി ബേബി കേസിൽ വീണ്ടും അദ്ദേഹം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് ഈ സർക്കാരിനോട് പ്രത്യേക സ്നേഹക്കുറവൊന്നും ഇല്ലാത്തതാണ്. ഈ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ കോൺഗ്രസ് കൂടുതൽ ശക്തിയായി പ്രതിപക്ഷത്തിൻ്റെ പണിയെടുക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വലിയ പരിപാടികൾ അവർ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇവർ രണ്ടുപേരെക്കാൾ നല്ല ആളുകളാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയമായി ഇടം വേണം എന്ന നല്ല കണക്കുകൂട്ടലുകളുമായി BJPയും അപ്പുറത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും താങ്കളെപ്പോലെ ഈ സർക്കാരിനോട് സ്നേഹക്കുറവൊന്നും ഇല്ലാത്ത ഒരാൾ കൂടെ, അങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്ന് MM മണിയുടെ കൂടെ രാജി ആവശ്യപ്പെടുന്നതോടുകൂടി ഈ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക്, പ്രതിപക്ഷത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് കൂടുതൽ ബലം വരികയല്ലേ ചെയ്യുക? ഈ സർക്കാരിന് പൊതുജനമധ്യത്തിൽ കൂടുതൽ ദോഷമുണ്ടാകുന്ന അവസ്ഥയിലേക്കല്ലേ പോവുക? ഈ CPM കേന്ദ്ര സമിതി അടക്കമുള്ള ആളുകൾ, നേതാക്കൾ അത്തരം ദോഷം വരുന്ന സംഗതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? EP ജയരാജനോ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുക, MM മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്ന നടപടികളിലേക്കൊക്കെ ഈ പാർട്ടി പോകുമോ? അല്ല, ആ പാർട്ടി പോകുമോ എന്ന് പറയാൻ ഞാനൊരു പ്രവാചകനൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ തന്നെ തെരഞ്ഞെടുപ്പിച്ച് മന്ത്രിയാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഞാൻ പറഞ്ഞ ജയരാജൻ്റെ കാര്യത്തിൽ, ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തെ മന്ത്രിയായിട്ട് നിയമിച്ചു, അദ്ദേഹം മന്ത്രിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിന് നാക്കുപിഴ പറ്റിപ്പെടുന്നു, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് അലിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ചിരിക്കേ ചെയ്തുള്ളൂ, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല. മുഹമ്മദ് അലി ആരാണെന്നൊന്നും സ്പോർട്സ് മന്ത്രി പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇതുപോലുള്ള നാക്കുപിഴ പറ്റിയിട്ട്, തിരുവഞ്ചൂരോട് നമുക്കൊക്കെ സ്നേഹമുള്ളത് എന്ന് വെച്ചാൽ സ്പോർട്സ് മന്ത്രിക്ക് ലോകത്തുള്ള എല്ലാ സ്പോർട്സ് താരങ്ങളുടെയും ലോക റെക്കോർഡ് സ്ഥാപിച്ച ആളുകളുടെയൊക്കെ പേര് വിവരം പഠിച്ചു വെച്ചാൽ അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മറിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ നിയമിച്ചു, അത് വിവാദമായി. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ പ്രതിരോധിച്ചില്ല. ആ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു. നല്ല കാര്യമാണ്, അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന് പകരം മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ പാർട്ടി ഒരു ജാഗ്രത പുലർത്തട്ടെ. ഞാനതാ ചോദിച്ചു, ഈ സർക്കാർ നിലനിന്ന് കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാണ്ട് സർക്കാർ വീഴണമെന്നല്ല. ഈ സർക്കാർ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ജനങ്ങൾ വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള സർക്കാരാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ അഴിമതി ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്. അവർ ചെയ്ത അതേ തെറ്റ്, അല്ലെങ്കിൽ അവർ പോലും ചെയ്യാത്ത തെറ്റുകൾ ഈ സർക്കാർ ചെയ്യുന്നതിൽ എന്ത് നീതീകരണമുള്ളത്? ഈ മന്ത്രിയാകാനായിട്ട് മണിയല്ലാതെ വേറെ എന്തോരം യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ നമുക്ക് ശർമ്മ ഉണ്ടായിരുന്നു, കോട്ടയം ജില്ലയിൽ സുരേഷ് കുറുപ്പ് ഉണ്ടായിരുന്നു. ഈ 2 ജില്ലകൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. ഇനി കണ്ണൂർ ജില്ലയിൽ നിന്നാണെങ്കിൽ തന്നെ അവിടെ നല്ല യോഗ്യന്മാരായ ആളുകളുണ്ട്. ഏത് ജില്ലയിൽ നിന്നും CPM മന്ത്രിമാരായിട്ട് നിയമിക്കാൻ പറ്റിയത് ഒരുപാട് പേരുണ്ട്, സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഉണ്ട്.
കത്തോലിക്കനായിട്ടും അകത്തോലിക്കനായിട്ടും ഉണ്ട്, നായരായിട്ടും ഇടവനായിട്ടും ഉണ്ട്, ഏത് തരത്തിൽ നിന്ന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ മണിയെയാണ് അവർ തിരഞ്ഞെടുത്തത്. ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചു, ഇദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണ്, അഞ്ചേരി ബേബി കേസിൽ. മാത്രമല്ല ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ നടത്തിയ പരാമർശം ഞാൻ പറഞ്ഞു, മണിയുടെ മണക്കാട് പ്രസംഗം ജനാധിപത്യത്തിൻ്റെ മരണമണിയാണെന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ഇതൊന്നും അറിയാത്തവരല്ലോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത്. അദ്ദേഹത്തിന് വീണ്ടും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോഴും ആ തെറ്റ് തിരുത്താനല്ല ശ്രമിക്കുന്നത്, തെറ്റിനെ അത് പെർപ്പച്വേറ്റ് ചെയ്യാനാണ്, അതിനെ എന്താണ് ശാശ്വതീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനോടാണ് നമുക്ക് വിയോജിപ്പ്. അല്ലാണ്ട് മന്ത്രിമാരായ ഞാൻ തോമസ് ഐസക്കിനെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം പറയുന്നുണ്ടോ? ജി സുധാകരനെ പറ്റി പറയുന്നുണ്ടോ? രാമകൃഷ്ണനെ പറ്റി പറയുന്നുണ്ടോ? ജലീലിനെ കുറിച്ച് പറയുന്നുണ്ടോ? മൊയ്തീനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, പറയാനൊന്നുമില്ല. അവരൊക്കെ അവരുടെ ജോലികൾ വളരെ സത്യസന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ജയശങ്കർ, പറയാൻ വളരെയേറെയുള്ള ആളുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, 6 മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള 9 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ത്വരിതാന്വേഷണ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്കെതിരായും ഇത്തരം കാര്യങ്ങൾ വന്നാൽ കോൺഗ്രസ്സിന് സവിശേഷമായി ഉള്ള ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള ഏതോ ഒരു തരത്തിലുള്ള സവിശേഷമായ ശേഷിയുണ്ട്. വലിയ തോതിൽ വിമർശിക്കപ്പെടുക എന്നതൊന്നും ആ നേതാക്കളെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ സർക്കാരിന് മാത്രം പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് മുൻ സർക്കാരിൻ്റെ കാലത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെയും കർക്കശമായ നടപടികൾ ഉണ്ടാവുകയില്ലേ? അത് സ്വാഭാവികമായും കോൺഗ്രസിനെയും ചിലതരം നടപടികളിലേക്ക് പ്രേരിപ്പിക്കുകയുമില്ലേ? തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകണമല്ലോ. ബാബുവിനെതിരായിട്ട് നടപടി ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അന്വേഷണം ബാബുവിൽ ആരംഭിച്ച് ബാബുവിൽ അവസാനിക്കേണ്ട ഒന്നല്ല. ബാബു അഴിമതി നടത്തിയിട്ടുണ്ടാവും, പക്ഷേ ബാബുവിനേക്കാളൊക്കെ എത്രയോ വലിയ അഴിമതി നടത്തിയ യോഗ്യന്മാർ ഇവിടെ നടപ്പുണ്ട്, വളരെ മാന്യന്മാരായിട്ട് നടക്കുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ എതിരെ വിജിലൻസ് അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ജേക്കബ് തോമസ് അല്ല അവൻ്റെ ഉപ്പാപ്പോ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഴിമതി നടത്തിയ മാന്യന്മാരുണ്ട്. കാരണം പല ആളുകളുടെയും ഈ അഴിമതിയുടെ പൈസ പോകുന്നത് വിദേശത്തേക്കാണ്, ഇവിടുത്തെ ബാങ്കിലൊന്നും അന്വേഷിച്ചാൽ കിട്ടുകയില്ല. അതിപ്പോൾ ശ്രീധരൻപിള്ളയുടെ പാർട്ടി നോട്ട് പിൻവലിച്ചാലും ഇങ്ങനെയുള്ള ആളുകളെ കൊടുക്കാൻ പറ്റുകയില്ല, കാരണം കംപ്ലീറ്റ് നിക്ഷേപം വിദേശത്താണ്. ആളുകളുടെ പേര് ഞാൻ പറയണ്ടല്ലോ, ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ ആ മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരല്ല, സാധാരണ ലോക്കലായിട്ടുള്ള ആളുകളെങ്കിലുമൊക്കെ വിജിലൻസ് പിടിക്കണം. വിജിലൻസ് മണിയെ മാത്രമല്ല, നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മയെ മാത്രമല്ല, ബാബുവിനെ മാത്രമല്ല, മറ്റ് പ്രതിഭാശാലികളെയും കുറിച്ചും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ജേക്കബ് തോമസിനോട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വളരെ വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ PS ശ്രീധരൻപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടതുപക്ഷത്തു നിന്നുള്ള CPM നേതാക്കളെ അടക്കമുള്ളവർ ഞങ്ങൾ ഒരുപാട് പേരെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി വിളിച്ചിരുന്നു. പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനൊരു ഏകപക്ഷീയ സ്വഭാവം ഉണ്ടാകും. എങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. ഇടവേളയിലേക്ക്.